മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക അതിക്രമ പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം തുടരും. അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് വാദം നടക്കുന്നത്. ഇന്നലെ രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി കാലാവധി അവസാനിച്ചിരുന്നു. രാഹുൽ ജി നാഥുണ്ട് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനായി. രാഹുൽ, ഗുഡ് മോർണിംഗ്. രാഹുൽ, ഈശ്വറിന്റെ ജാമ്യം, അതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ എന്താണ്? ഇപ്പോഴും തുടരുന്നത് ആശുപത്രിയിൽ തന്നെയാണോ? എന്തായാലും നിലവിൽ ACJM കോടതി തന്നെയാണ് ഇത്തരത്തിൽ ഈ ജാമ്യാപേക്ഷയിൽ വാദം തുടരുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസവും ആ വാദം ആരംഭിച്ചിരുന്നു. ആ ഘട്ടത്തിലൊക്കെ കസ്റ്റഡി ഏത് കോടതിയാണോ കസ്റ്റഡിയിലേക്ക് വിട്ടത് ആ കോടതി തന്നെയാണ് ഇപ്പോൾ എന്തായാലും ജാമ്യാപേക്ഷ നൽകി അതിൽ വാദം തുടരുന്നത്. ഏറ്റവും പ്രധാനമായി ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല എന്ന മനോഭാവം തന്നെയാണ്. അപ്പം ഈ കസ്റ്റഡി കാലാവധി ഇന്നലെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ ഇതിൻ്റെ ഗൗരവം രാഹുൽ ഈശ്വറിന് പോലും മനസ്സിലായിരുന്നില്ല എന്നത് പ്രതികരണത്തിൽ നിന്ന് നമുക്ക് ആയതാണ്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ FIR രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. ആ ഘട്ടത്തിലാണ് ഏതാണ്ട് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ വരുന്നു. പിന്നെ റിമാൻഡിലേക്ക് പോകുമ്പോൾ നിരാഹാരം ഇരിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ആ ഘട്ടത്തിലാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് രാഹുൽ ഈശ്വറിനെ മാറ്റിയത്. നിലവിൽ എന്തായാലും ഡോക്ടർമാരുടെ നിരീക്ഷണമുണ്ട്. അപ്പോൾ ഈ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്നെന്തായാലും അതിലൊരു അന്തിമ വാദം കേട്ടത് അന്തിമ വിധി ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. ശരി.